Good afternoon. Good afternoon, ma'am. Okay. Prayer കഴിഞ്ഞു. Good afternoon. Prayer, thought for the day, sign എല്ലാം കഴിഞ്ഞു. ഇല്ല മാം. Okay, so please start. Good afternoon, ma'am. Good afternoon, all. Prayer ഞാനാണ് റോഷ്ന. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാതകാന്തി ചിന്തിടും സുമങ്ങളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാതകാന്തി ചിന്തിടും സുമങ്ങളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. അഗാധ നീലവാനമാം കരയുയർത്തി ഞങ്ങളിൽ അനുഗ്രഹിക്ക നിത്യകെ നിതാന്തവത്സരോത്സുകം. 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 താങ്ക് യു മാം. കോഴ്സ് ഞാൻ പറയാം മാം. കോഴ്സ് പറയാന്ന് പറഞ്ഞ കുട്ടീനെ കാണുന്നില്ല. ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതർ. നോ വൺ ക്യാൻ പ്ലേ യുവർ റോൾ ബെറ്റർ ദാൻ യു. ഡോക്ടർ APJ അബ്ദുൽ കലാം. Okay, എന്തെങ്കിലും ഉണ്ടോ? മാം സൈൻ ഇൻ. ഒരു നോട്ടാണ് മാം, വായിക്കാണ്. കൗമാരം, യൗവനം, വാർദ്ധക്യം. ഒരു മനുഷ്യന്റെ ശരാശരി ജീവിതം കടന്നു പോകുന്നത് ഈ 3 തലങ്ങളിലൂടെയാണ്. എല്ലാവരും കാണാൻ വേണ്ടി കരയുന്ന ബാല്യം, ആരും കരയുന്നത് കണ്ടാലും ആരും തിരിഞ്ഞു നോക്കാത്ത വാർദ്ധക്യം. ഭൂരിഭാഗം ആൾക്കാരും തന്റെ യൗവനം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും. പ്രാരാബ്ദങ്ങൾക്കൊടുവിൽ സ്വന്തമായി ജീവിക്കണമെന്ന് ആലോചിക്കുമ്പോഴേക്കും വാർദ്ധക്യം ഇന്നെത്തും. ഒന്ന് ചിന്തിച്ചാൽ ഏറ്റവും സുന്ദരമായ കാലം വാർദ്ധക്യമാണ്. വലിയ ചുമടെടുത്ത് ഒരു മല കയറുന്ന മനുഷ്യൻ മലയിറങ്ങി ആ ചുമട് താഴെ ഇറക്കി ഒരു ദീർഘനിശ്വാസം വിടുന്ന പോലെ സുഖമുള്ള ഒന്ന്. സെപ്റ്റംബർ 5 ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആയിരുന്നു. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിനൊത്ത് കുറച്ചു സമയം, മരിച്ചവരുടെ ഓർമ്മകളോടൊത്തും കുറച്ചു സമയം എന്ന സന്ദേശം കൂടി ഈ ദിവസത്തിനുണ്ടായിരുന്നു. പ്രായം ഒന്നിന്റെയും തടസ്സമല്ല എന്നത് സ്വയം തിരിച്ചറിയേണ്ട ദിവസം. അണിഞ്ഞൊരുങ്ങി നടക്കാനും ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനും യാത്രകൾ ചെയ്യാനും കൂടിയുള്ള ഒരു ദിവസം. കവി ONV കുറുപ്പിന്റെ മുത്തശ്ശൻ എന്ന കവിതയുടെ കുറച്ചു വരികൾ. എവിടേക്കു പോകുവാൻ മുത്തശ്ശൻ നമ്മെ വിട്ടെവിടേക്കു പോകുവാൻ നല്ലയുണ്ണി. ഇവിടെയും മരത്തില്ലെങ്കിലും ഇവിടെവിടെയോ നിന്നെന്തോ ചെയ്യുകയാവാം. വെറുതെ ഇരിക്കുവാൻ മുത്തശ്ശനാകില്ലേ, നറിയില്ലേ പണിയൊന്നും ചെയ്തിടാതെ. തൊടിയിലെങ്ങാനും പോയി നിൽക്കയാവാം വീണ പടവലത്തിൻ പന്തൽ നേരെയാക്കാൻ. അരികിൽ നിന്നാരെ കരയുന്നു മുത്തശ്ശനറിയേണ്ട, വെറുതെ കരഞ്ഞു പോയാൽ. ഒരു നാളുമുണ്ണിയെ കരയിച്ചു മുത്തശ്ശനൊരിടത്ത് പോകുവാനാകില്ലല്ലോ. ഒരു നാളുമുണ്ണിയെ കരയിച്ചു മുത്തശ്ശനൊരിടത്തും പോകുവാനാകില്ലല്ലോ. എവിടേക്കു പോകുവാൻ മുത്തശ്ശൻ നമ്മെ വിട്ടെവിടേക്കു പോകുവാൻ അല്ലയുണ്ണി. മാം, വെൽക്കം ടു അവർ MT11 ബാച്ച്. നമ്മൾ യൂണിറ്റ് 7 എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന ചാപ്റ്ററിൽ 5 കീ ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ ഇനി 4ഉം 5ഉം ആണ് നോക്കാനുള്ളത്. ഒരിക്കൽ കൂടി വെൽക്കം മാം.
താങ്ക് യു സോ മച്ച്. മാം, എൻ്റെ പേര് പ്രത്യക്ഷ എന്നാണ്. ഞാൻ സൈൻ ഔട്ടാണ് ഓൾറെഡി പറയാനിരിക്കുന്നത്. പക്ഷെ ഞാനും ഒരു ഇതുപോലെ മൃദുല പറഞ്ഞ പോലെ ഒരു കവിത കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എനിക്കൊന്ന് പ്രസന്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എപ്പോഴും ഞാൻ ആക്ഷൻ സോങ് ആണ് പറയുന്നത്. അപ്പൊ അതാണ് ഞാനപ്പം എന്തായാലും ഞാൻ നോക്കിയാ വായിക്കുന്നത്, അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്യുന്നില്ല. വീഡിയോ ഓൺ ചെയ്യാൻ മടിയൊന്നുമില്ല. അപ്പൊ പക്ഷെ നോക്കി വായിക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല. വായിച്ചോട്ടെ കവിത. ക്ലാസ് സൈൻ ഔട്ട് നമ്മൾ ക്ലാസ്സിന് ശേഷമല്ലേ പ്രത്യുഷയ്ക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ടോ? എന്താന്ന് പറയട്ടെ മാം, എനിക്കൊരു ഇവിടെ ഒരു വാട്ടർ പ്യൂരിഫയർ ഇത് ശരിയാക്കാനായിട്ട് ആള് വരുമെന്ന് പറഞ്ഞത്. എപ്പോഴാ വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ ചിലപ്പോ എനിക്ക് സൈൻ ഔട്ട് പറയാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ്. ചെയ്തു. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ രണ്ടപ്പം എന്ന് പറയുന്ന ഒരു കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. വളരെ സുന്ദരവും ലളിതവുമായിട്ടുള്ള ഒരു കവിതയാണ്. അത് ദാനശീലനായ ഒരു കുട്ടിയുടെ കഥയിലൂടെ കുട്ടികളുടെ നന്മ വളർത്തുന്നത് എങ്ങനെയാണെന്നാണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ആ കവിത ഒന്ന് കേൾക്കാം. അമ്മ രണ്ടപ്പം കൊടുത്തു കയ്യിലമ്മിണി കുട്ടനു തിന്മാൻ, ചെങ്കതീരോന്മറയാറായി വാനിൽ കുങ്കുമ പൊട്ടഴിയാറായി. അമ്മ രണ്ടപ്പം കൊടുത്തു കയ്യിലമ്മിണി കുട്ടനു തിന്മാൻ, ചെങ്കതീരോന്മറയാറായി വാനിൽ കുങ്കുമ പൊട്ടഴിയാറായി. ഒന്നവൻ തിന്നു കളിക്കാൻ വേറിട്ടൊന്നുമായി ചെന്നു നിരത്തിൽ, കേറിത്തുളച്ചുടൻ പാഞ്ഞു കാതിൽ കൂരമ്പു പോലൊരു ശബ്ദം. കേറിത്തുളച്ചുടൻ പാഞ്ഞു കാതിൽ കൂരമ്പു പോലൊരു ശബ്ദം. കണ്ണും കരളുമുള്ളോരെ അയ്യോ പുണ്യം പുലർന്ന മാളോരെ, പൊന്നജമാന്മാരെ കാൺമിൻ കനിഞ്ഞെന്നെ പിറവിക്കുരുടൻ. പൊന്നജമാന്മാരെ കാൺമിൻ കനിഞ്ഞെന്നെ പിറവിക്കുരുടൻ. പട്ടിണി കൊണ്ടു പൊരിഞ്ഞേ പിച്ച ചട്ടിയിൽ കാശൊന്നുമില്ലേ, വല്ലതും ഇട്ടേച്ചു പോണേ തുള്ളിക്കല്ലരി കഞ്ഞി നീർ മോന്താൻ. പട്ടിണി കൊണ്ടു പൊരിഞ്ഞേ പിച്ച ചട്ടിയിൽ കാശൊന്നുമില്ലേ, വല്ലതും ഇട്ടേച്ചു പോണേ തുള്ളിക്കല്ലരി കഞ്ഞി നീർ മോന്താൻ. അയ്യം വിളിയതു കേട്ടു പൈതൽ നെയ്യപ്പം ചട്ടിയിലിട്ടു, തപ്പിയെടുത്തതു തിന്നു പാവമപ്പഴേ കുഞ്ഞിനെ വാഴ്ത്തി. തമ്പുരാനെ തരും ദൈവം കൂലി അൻപിൽ ഇതിനെന്നു ചൊല്ലി, തമ്പുരാനെ തരും ദൈവം കൂലി അൻപിൽ ഇതിനെന്നു ചൊല്ലി. മാറത്തടിച്ചു കരവു ദൂരെ വേറിട്ടൊരന്ധനും അപ്പോൾ, മാറത്തടിച്ചു കരവു ദൂരെ വേറിട്ടൊരന്ധനും അപ്പോൾ. ഓടിയോരോട്ടമായി പാഞ്ഞു കുട്ടൻ വീടണഞ്ഞമ്മയെ തേടി, ഓടിയോരോട്ടമായി പാഞ്ഞു കുട്ടൻ വീടണഞ്ഞമ്മയെ തേടി. താങ്ക് യു മാം. ഹലോ, ഫോർ ദ ഡേ പറയാനാണോ? ആ ഇറ്റ്സ് ഓൾറെഡി ഡൺ. ഞാൻ കുറച്ച് ലേറ്റ് ആയി, എന്റെ മൊബൈല് വർക്ക് ആവണില്ല. ഓക്കെ, കുഴപ്പമില്ല, പറയൂ. സമൂഹത്തിലെ കാര്യങ്ങളെ ചിട്ടയായി നിലനിർത്താനും വലിയവരോട് ബഹുമാനത്തോട് സംസാരിക്കാനും മടിമാറിയുള്ള പറ്റുന്ന ജോലി എടുക്കാനും പിന്നെ ഗുഡ് മാനേഴ്സോടുകൂടി സംസാരിക്കാനും കുട്ടികളെ പഠിപ്പിക്കണം. താങ്ക് യു. കുട്ടികളെ പഠിപ്പിക്കണം, കുട്ടികളെ കാണിച്ചു കൊടുക്കണം. ഏതാണ്ട് നമ്മൾ ചെയ്ത് കാണിക്കുക, സോ അവര് നമ്മളെ ഫോളോ ചെയ്യും. ഓക്കെ, സോ വെരി നൈസ്. എന്തായാലും കൊള്ളാം. അനങ്ങാണ്ടിരുന്ന ഒരു ബാച്ചിലെ എല്ലാം 2 times ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, സോ എഡ്യൂക്കേഷണൽ സൈക്കോളജി ആയിരുന്നു.
ഞാൻ ഷെയർ ചെയ്യട്ടെ. സോ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ കീ ഫാക്ടേഴ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 5 കീ ഫാക്ടേഴ്സ് ആണ് മെയിൻലി സ്റ്റുഡന്റ്, പീപ്പിൾ, അതായത് ലേണർ, പഠിക്കുന്ന ആൾ, അല്ലെ, പഠിതാവ് മലയാളത്തിൽ പറയും. പിന്നെ ടീച്ചർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ. ഇവര് രണ്ടുപേരും ആ ഒരു ലേണിംഗ് പ്രോസസ് നടത്തുന്ന ആ ഒരു എൻവിയോൺമെന്റ്, ക്ലാസ് റൂം ആകാം, ഏതെങ്കിലും വെർച്വൽ പ്ലാറ്റ്ഫോം ആകാം, അല്ലെ, അതുപോലെയുള്ള ലേണിംഗ് എൻവിയോൺമെന്റ് അല്ലെങ്കിൽ ലേണിംഗ് സിറ്റുവേഷൻ, അതിലൂടെ നടത്തുന്ന ആ ഒരു പ്രോസസ്, ലേണിംഗ് പ്രോസസ്, അതിൽ നിന്നും അവർക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ലേണിംഗ് എക്സ്പീരിയൻസസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ 5 കീ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞത്. 3 പറഞ്ഞു, 4ഉം 5ഉം ആണ് പറയേണ്ടത് എന്ന് പറഞ്ഞില്ലേ, അല്ലെ? 4th വൺ പ്ലീസ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാം. Read ചെയ്യാം. Learning situation or environment. Here we deal with the environmental factors and learning situations which come in the middle between the learner and the teacher. Topics like classroom climate and group dynamic, techniques and aids that facilitate learning and evaluation, techniques and practices, guidance and counseling, etc. for the smooth functioning of the teaching learning process. സോ ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവിയോൺമെന്റ്, നമ്മളുടെ ലേണിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗൂഗിൾ മീറ്റ്, ഈ ഒരു ക്ലാസ് റൂം, ഈ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം ആണല്ലേ. വട്ടെവർ ഒരു വെർച്വൽ ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിലും നമ്മൾ അതിന്റെ ലിമിറ്റേഷൻസിനെ എല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പലതും ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ലീഡ് ചെയ്യണം, യു ഹൗ ടു ഡു എന്നെല്ലാം പറയുന്നത്. ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. നിങ്ങൾ വേറൊരാള് പ്രത്യേകം ഒന്നും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. ഒരു ഗൈഡ്, ഒരു സപ്പോർട്ട്, ആ ഒരു രീതിയിൽ മാത്രമാണ് ഫെസിലിറ്റേറ്റർ വരുന്നത്. ബാക്കിയെല്ലാം നിങ്ങളാണ് പറയുന്നത്, എല്ലാം ഡിസ്കസ് ചെയ്യുന്നതും. ഒരു പൊട്ടൻ ഫോഴ്സ് ശരിക്കും നിങ്ങൾ തന്നെയാണ്. ഇതില് ടീച്ചർ എന്ന് പറഞ്ഞാലും എന്റെ ഒരു അഭിപ്രായത്തില്, ഒപ്പീനിയനില് ഞാനത് എപ്പോഴും കുട്ടികളെന്നേ പറയുള്ളൂ. അവരാണ് ഏറ്റവും പൊട്ടൻ ഫോഴ്സ്, അവരാണ് എല്ലാം ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള റൈറ്റ്സും അവർക്കാണ്, നോട്ട് ഫോർ ദ ടീച്ചർ, ടീച്ചർക്കല്ല. ടീച്ചറുടെ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് അനലൈസ് ചെയ്ത് തിങ്ക് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ടീച്ചർ കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിച്ച് അവരെ വാല്യൂ ചെയ്യല്ല. കുട്ടികൾ ക്വസ്റ്റ്യൻ ചോദിച്ച് അത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി അവരുടെ നോളജ് കംപ്ലീറ്റ് ആക്കുക. ദാറ്റ് ഇസ് ദർ വാല്യൂ. വാല്യൂ ഓഫ് എഡ്യൂക്കേഷനും അത് തന്നെയാണ്. അപ്പൊ ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ്, പല രീതിയിലുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അതുപോലെ ലേണിംഗ് സിറ്റുവേഷൻ ഈ ഒരു ഇതിൽ വരുന്നു. നമ്മൾ സെമിനാർ കണ്ടക്ട് ചെയ്യും. ത്രൂ സെമിനാർ നമ്മൾ പല ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ പോകും. ആക്ടിവിറ്റീസ്, അതെല്ലാം നമ്മളുടെ ലേണിംഗ് ഒരു പ്രോസസ്സാണ് ആ ഒരു സിറ്റുവേഷനിൽ നടക്കുന്നത്. അപ്പൊ ഒരു ലേണറും ടീച്ചറും അവരുടെ ഇൻ ബിറ്റ്വീൻ ഉള്ള അവര് കാണുന്ന ഒരു രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഈ ലേണിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പലപ്പോഴും ക്ലാസ് റൂമിന്റെ ഒരു ക്ലൈമറ്റ്, ക്ലാസ് റൂം ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു എന്താ പറയാ വൈബ്, അല്ലെ, ആ ഒരു ക്ലാസിന്റെ ഒരു വൈബ്, ഒരു പൾസ് എന്ന് പറയുന്നതും, അതുപോലെ തന്നെ പല ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വരും. ടീച്ചറും കുട്ടികളുമായിട്ട് വരും, കുട്ടികൾ മാത്രമായിട്ട് വരും. അങ്ങനെ പല രീതിയിലുള്ള ഗ്രൂപ്പ് ഡൈനാമിക്സും പല ടെക്നിക്സും യൂസ് ചെയ്യുന്നുണ്ട്. കുട്ടികളെ കൊണ്ട് പുറത്ത് മരച്ചുവട്ടിൽ പോയി, അതൊരു ടെക്നിക്കാണ്. പിന്നെ പല രീതിയിലുള്ള ടൂൾസ്, എയ്ഡ്സ് യൂസ് ചെയ്യും. ഫെസിലിറ്റേറ്റ്, അത് പ്രൊവൈഡ് ചെയ്യുന്നു ഈ ഒരു ലേണിംഗ്. പിന്നെ ഇവാലുവേഷൻ പ്രോസസ്, പല രീതിയിൽ ഇവാലുവേഷൻ പ്രോസസ് നടക്കാം. ടെക്നിക്സ്, പല പ്രാക്ടീസസ്, ഗൈഡൻസ്. ഒരു സയൻസ് സ്റ്റുഡന്റ് ആണെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി അവർ തിയറി പഠിക്കുന്നതിനൊപ്പം തന്നെ പ്രാക്ടിക്കൽ ലാബ് എന്നുള്ളത് ഉണ്ടാവും. ക്ലാസ് റൂമിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്പെരിമെന്റുകൾ ടീച്ചേഴ്സ് കാണിച്ചു കൊടുക്കും.
പിന്നെ ഇൻ സം കേസസ് പേഴ്സണലി അതുപോലെ തന്നെ അക്കാദമിക് റിലേറ്റഡ് ആയിട്ട് ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഗൈഡൻസ് കുട്ടികൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു കൗൺസിലിംഗ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ്. ഓക്കെ, ഇതെല്ലാം ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് ആവശ്യമാണ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം എഡ്യൂക്കേഷൻ മന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. അതായത് ഒരു കുട്ടി മോശമാകുന്നതിന്റെ ഉത്തരവാദി അധ്യാപകനാണെന്ന് പറഞ്ഞു. ഡെഫിനറ്റ്ലി വി ഹാവ് ദ റെസ്പോൺസിബിലിറ്റി, നമുക്ക് അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് കുട്ടികളുടെ കാര്യത്തിൽ. പക്ഷെ അതിനൊക്കെ പുറകെ പല സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ടാകാം. ആ ഒരു കുട്ടി അങ്ങനെയായി ഡീവിയേറ്റഡ് ആയി പോകുന്നതിന് പല രീതിയിലുള്ള സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ടാകാം. അത് അഡ്രസ് ചെയ്ത് അത് സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അല്ലാതെ ഒരു ടീച്ചർക്ക് അത് എത്രത്തോളം പോസിബിൾ ആകും എന്നുള്ളത് അറിയില്ല. പല സ്കൂളുകളിലും സൈക്കോളജിസ്റ്റുകളുടെ അല്ലെങ്കിൽ കൗൺസിലറുടെ ഒരു പോസ്റ്റ് ഉണ്ട്, പലയിടത്തും ഉണ്ട്. ടീച്ചർക്ക് ശരിക്കും ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു ഇമ്പോർട്ടൻസ് അതാണ്. എന്തോ അവരുടെ കോഴ്സിൽ ആ ഒരു സിലബസിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. പക്ഷെ അത് വേണ്ട രീതിയിൽ സയന്റിഫിക് ആയിട്ട് ടീച്ചർമാരിലേക്ക് എത്തുമ്പോഴാണ് അവർക്ക് കുട്ടികളുടെ ബിഹേവിയറും എല്ലാം മനസ്സിലാകുന്നത്. അപ്പൊ ആ ഒരു ടീച്ചറെ അങ്ങനെ കേപ്പബിൾ ആക്കി എടുക്കുക. ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്നുള്ള ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് ഒരു ടീച്ചറെ മാറ്റി എടുക്കാനായിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജിക്ക് കഴിയണം. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഇനി ലാസ്റ്റ് വൺ, അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ഫാക്ടേഴ്സിലെ ലാസ്റ്റ് വൺ, ദാറ്റ് ഇസ് ദ ടീച്ചർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ. അതാരെങ്കിലും റീഡ് ചെയ്യാം? ഓക്കെ വായിച്ചു. നമ്മൾ ഡിസൈഡ് ചെയ്യൂ ആരാ വായിക്കേണ്ടത്. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് ഇനി വരുന്നുണ്ട് കുറെ കാര്യങ്ങൾ. ഓക്കെ മാം, ഞാൻ വായിക്കാന്ന്. The teacher is a potent force in any scheme of teaching and learning process. It discusses the role of the teacher. It indicates the need of knowing himself for a teacher to play his role properly in the process of education. His conflicts, motivation, anxiety, adjustment, level of goal, etc. It throws light on the essential personality traits, interests, aptitudes, the characteristics of effective teaching, etc. so as to inspire him to become a successful teacher. ടീച്ചറാണ് പൊട്ടൻറ്റ് ഫോഴ്സ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം മുന്നിൽ വരുന്ന ആ ഒരു സോൾസിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്യാനുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും ടീച്ചറുടെ കയ്യിലാണ്. ഈവൻ ടീച്ചേഴ്സ് അതിന് ബ്ലെസ്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ അങ്ങനെ ഒരു ടീച്ചർ അവിടെ ഒരു പൊട്ടൻറ്റ് ഫോഴ്സ്, കുട്ടികളെ നല്ലപോലെ ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കണം, കുട്ടികൾക്കൊരു റോൾ മോഡൽ ആയിരിക്കണം, ഒരു എക്സാമ്പിളർ ആയിരിക്കണം, നല്ലൊരു എക്സാമ്പിൾ ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ നമ്മുടെ എർലിയർ ആയിട്ട് ഉണ്ടാകുന്ന പണ്ടത്തെ നമ്മളുടെ പല ക്ലാസ്സുകളിലെയും, അത് നഴ്സറി ആയിക്കോട്ടെ, നമ്മള് സ്കൂളിലെ ഏതെങ്കിലും ക്ലാസ്സുകളിലായിക്കോട്ടെ, ഹൈസ്കൂളിലായിക്കോട്ടെ, നമ്മൾ പഠിക്കുമ്പോൾ ചില ടീച്ചർമാര് നമ്മൾ നല്ലപോലെ ഓർത്തിരിക്കും. അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ത്രൂ ഔട്ട് നമ്മളുടെ ലൈഫിൽ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു പൊട്ടൻറ്റ് ഫോഴ്സ് ആയിരിക്കണം ടീച്ചർ എന്നാണ് പറയുന്നത്. അങ്ങനെ ആകണമെങ്കിൽ ഈ ഒരു ടീച്ചർക്ക് സെൽഫായിട്ട് അവനവനെ തന്നെ നല്ലപോലെ അറിയണം. ആ ഒരു ടീച്ചർ എപ്പോഴും സെൽഫ് അനലൈസ് ചെയ്യണം, സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യണം, സെൽഫ് ജഡ്ജ് ചെയ്യണം. അല്ലാതെ മറ്റുള്ളവരെ പോയി ക്രിട്ടിസൈസ് ചെയ്യുക, ജഡ്ജ് ചെയ്യുക അല്ല. അത് ടീച്ചറിനല്ല, ഏതൊരു വ്യക്തിയും അങ്ങനെയല്ല വേണ്ടത്. അവനവനെ തന്നെ അനലൈസ് ചെയ്യണം. ഞാൻ ഇങ്ങനെ മതിയോ, എനിക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതെനിക്ക് നികത്താൻ പറ്റണം, ഞാൻ അതിനു വേണ്ടി ശ്രമിക്കണം, ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആകണം ചില ഏരിയകളിൽ. അങ്ങനെ സെൽഫ് അനലൈസ് ചെയ്ത്, സെൽഫ് ക്രിട്ടിസൈസ് ചെയ്ത്, സെൽഫ് ജഡ്ജ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കണം ടീച്ചർ. അപ്പോൾ തന്നെയാണ് ടീച്ചർക്ക് ടീച്ചറെ മനസ്സിലാവുള്ളൂ. എന്നാൽ മാത്രമാണ് ആ ഒരു റോള്, ടീച്ചർ എന്നുള്ള ഒരു ടീച്ചറുടെ റോള് ടീച്ചിങ്, അതോടൊപ്പം തന്നെ ലേണിംഗ്, ആ ഒരു പ്രോസസ്, എഡ്യൂക്കേഷൻ്റെ ആ ഒരു പ്രോസസ് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഒരു ടീച്ചർക്ക് ചെയ്യാനായിട്ട് പറ്റും. പലപ്പോഴും നമുക്ക് ഒരു ടീച്ചർ എന്നാണെങ്കിൽ നമുക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ട്, ഔട്ട്സൈഡ് ദ പ്രൊഫഷൻ നമുക്കൊരു ലൈഫ് ഉണ്ടല്ലേ, അവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാകാം, പല കോൺഫ്ലിക്ട്സ് ഉണ്ടാകാം.
ഇതൊന്നും നമ്മളുടെ ഒരു പ്രൊഫഷനെ, ഏത് ജോലിയിലും എല്ലാരും പറയുമല്ലേ, നമ്മള് വീട്ടിലെ കാര്യം ഓഫീസിലേക്കും കൊണ്ടുവരരുത്, ഓഫീസിലെ കാര്യം വീട്ടിലേക്കും കൊണ്ടുപോകരുത് എന്നുള്ള രീതിയിൽ പറയും. ഒരു ടീച്ചർ എന്ന ഒരു ഓഫീസ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ ജോബ് മെഷീൻസ് ആയിട്ടോ കമ്പ്യൂട്ടർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും, ഫയൽസ് ഒക്കെ ആയിട്ടായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈഫുള്ള കുറെ പ്യുവർ സോൾസ് ആണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോ അവരെ ബാധിക്കും. ഫയലിലെ മിസ്റ്റേക്ക് വന്നാൽ വെട്ടി വേറെ മാറ്റർ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തോട്ടെ. അതിപ്പം പറഞ്ഞ് ടീച്ചേഴ്സ് ഇപ്പം സെൽഫ് ഒരു ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ ആ ടീച്ചറിനെ എന്റെ ജീവിതത്തിൽ മറക്കേയില്ല. ത്രേസ്യാമ്മ എന്നായിരുന്നു പേര്. ഞാന് 2ാം ക്ലാസ് ഒരു 5th സ്റ്റാൻഡേർഡ് തുടങ്ങി ടീച്ചറാണ് ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. 5th സ്റ്റാൻഡേർഡ് തുടങ്ങി എന്നെ പഠിപ്പിക്കുന്നുണ്ട്. 10th വരെ 10th വരെ ഉള്ളൂ എന്റെ സ്കൂളിൽ. ഞാൻ കാവാലത്താണ് പഠിച്ചത്. കുട്ടനാട് കാവാലത്താണ് ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ എന്നാണ് എന്റെ സ്കൂളിന്റെ പേര്. അവിടുത്തെ ടീച്ചറായിരുന്നു. അപ്പം പുള്ളിക്കാരി 10th ഒക്കെ ഇംഗ്ലീഷാണ്, നല്ല ഇംഗ്ലീഷാണ്. അപ്പം ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പുള്ളിക്കാരിക്ക് ഒരു ഇരട്ടപ്പേര് കിട്ടും, ബ്രിട്ടീഷ് എന്ന്. ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാല് ബ്രിട്ടീഷ് ത്രേസ്യാമ്മ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ചേട്ടന്മാരും ചേച്ചിമാരും അവര്. പക്ഷെ പുള്ളിക്കാരി ഭയങ്കര റാഷായിട്ടുള്ള സ്വഭാവമായിരുന്നു. അതിന് കുട്ടികളോടൊന്നും ഒരു സ്നേഹമോ അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യഭാവമാണ് മുഖത്ത്. നിറയെ മുടിയൊക്കെ ഉണ്ട്. ഞാൻ ഒരിക്കലും ടീച്ചറിന്റെ ഫേസ് പോലും എന്റെ കണ്ണീന്ന് പോയില്ല, അതുപോലത്തെ ഒരു ടീച്ചറായിരുന്നു. 5th സ്റ്റാൻഡേർഡിൽ ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ടീച്ചറായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരു 100 lines ഉള്ള ഒരു പോയം ഉണ്ടായിരുന്നു പഠിക്കാൻ. ആ പോയം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കുട്ടിയുടെ പേരന്റ് ക്ലാസ്സിന് പുറത്തു വന്നു ടീച്ചറിനെ കാണാൻ വേണ്ടി. ഓണം എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പേപ്പേഴ്സ് ഒക്കെ തന്ന ആ ഒരു ടൈമായിരുന്നു. അപ്പം മാം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരും ഒച്ച ഉണ്ടാക്കരുത്, ഞാൻ പേരന്റിനെ കാണാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പൊ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു, മിക്സഡ് സ്കൂളായിരുന്നു. അപ്പൊ ആൺകുട്ടികൾ കുറച്ചുപേർ അവിടെ ഇരുന്ന് ബഹളം വെച്ചു, സൗണ്ട് ഉണ്ടാക്കി. അപ്പൊ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഒരു ചിരിയോടുകൂടിയല്ല പുള്ളിക്കാരി ക്ലാസ്സിൽ വരുന്നത്. എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പല്ല് കടിച്ച് അങ്ങനത്തെ ഒരു രീതിയാണ്. ഒരിക്കലും ഒരു ടീച്ചർ ആവാൻ പാടില്ലാത്ത ഒരു രീതിയായിരുന്നു പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ പിള്ളേര് സൗണ്ട് ഉണ്ടാക്കുന്ന കണ്ടിട്ട് തിരിച്ച് പേരന്റ് പോയി കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറിയിട്ട് ഞങ്ങൾക്കെല്ലാം പണിഷ്മെന്റ് തന്നു. ആ 100 lines ഉള്ള ഇത് പോയം 100 പ്രാവശ്യം എഴുതി പേരന്റിനെ കൊണ്ട് സൈൻ ചെയ്യിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അത് പിറ്റേ ദിവസം തന്നെ വേണം. അപ്പൊ ഞങ്ങള് ശരിക്കും ഞങ്ങളൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് 2-3 കുട്ടികൾ ഓൾ ക്ലാസ്സിന് പണിഷ്മെന്റ് തന്നു. ഞാൻ വീട്ടിൽ ചെന്ന്, ഞങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചറിനെ പേടിയാ. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് രാത്രി ഉറങ്ങാതെ, പിറ്റേ ദിവസം സ്കൂളിൽ പോകണം, രാത്രിയിൽ ഉറങ്ങാതെ ഇരുന്ന് ഇത് ഫുള്ള് എഴുതി എന്റെ അച്ഛനാണ് സൈൻ ചെയ്തതെന്ന്. അച്ഛനപ്പൊ അതില് ഇംഗ്ലീഷിൽ തന്നെ കുറിച്ച് വെച്ചു, കുട്ടികൾക്ക് പണിഷ്മെന്റ് കൊടുക്കാം, ഇത് കുറച്ച് കൂടുതലായി പോയി എന്നുള്ള ഒരു സെന്റൻസും കൂടി എഴുതിയിട്ട് അതിന്റെ അടിയിലാണ് എന്റെ അച്ഛൻ സൈൻ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നാളെ സ്കൂളിൽ പോവില്ല, മിസ് എന്നെ വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു അത് കുഴപ്പമില്ല എന്തായാലും കൊടുക്കാൻ പറഞ്ഞു. ഞാനത് കൊടുത്തു. മിസ് അത് സൈൻ ഇട്ട ഇത് നോക്കി, കറക്റ്റ് നമ്പേഴ്സ് വരെ പുള്ളിക്കാരി നോക്കുന്നുണ്ട്. ചില കുട്ടികൾ ഇങ്ങനെ 2-3 lines ഒക്കെ എഴുതിയിട്ട് പിന്നെ സ്കിപ്പ് ചെയ്യുമല്ലോ. ഇത് പുള്ളിക്കാരി ആ ലൈൻസ് വരെ കറക്റ്റ് ആണോ എന്ന് നോക്കി ഫുള്ള് 100 പ്രാവശ്യം എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് സൈൻ നോക്കുന്നത്. അപ്പൊ എന്റെ പേപ്പർ കൊണ്ട് കൊടുത്തപ്പം എന്റെ അച്ഛൻ ഇത് എഴുതിയിരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. എന്നെ വിളിച്ചോണ്ട് പ്രിൻസിപ്പളിന്റെ റൂമിൽ പോയി. പ്രിൻസിപ്പളിന്റെ റൂമിൽ പോയപ്പോ ഞാൻ ആകെ വിറച്ച് നിൽക്കുക. പ്രിൻസിപ്പളിന്റെ റൂമിൽ ചെന്നു, പ്രിൻസിപ്പളിനോട് കാര്യം പറഞ്ഞത്, ഇത് കണ്ടോ എന്നെ ഹർട്ട് ചെയ്യുന്ന രീതിയിലാണ് പ്രത്യക്ഷ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ. അപ്പം ഞാൻ കരഞ്ഞോണ്ട് നിൽക്കുക, 5ൽ പഠിക്കുന്ന കുട്ടിയല്ലേ, കരഞ്ഞോണ്ട് നിൽക്കുക. അപ്പൊ പ്രിൻസിപ്പൾ എന്നോട് ചോദിച്ചു, ജേക്കബ് എന്ന് പറയുന്ന ഒരു സാറായിരുന്നു ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ. സാറ് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. അപ്പൊ സാറ് തന്നെ എന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ മാമിനോട് പറഞ്ഞു, ശരിയാ ഇത്രയും ലൈൻസ് ഒക്കെ ഉള്ള പോയല്ലേ, അപ്പൊ അത് കുറച്ചൊക്കെ കൊടുത്താൽ പോരായിരുന്നു മാം, എന്തായാലും കുഴപ്പമില്ല, അത് പിള്ളേരല്ലേ വിട്ടുകള എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ പുള്ളിക്കാരിക്ക് ഭയങ്കര ദേഷ്യം. അന്ന് തുടങ്ങി എന്നോട് ഭയങ്കര ഒരു ശത്രുവിനെ പോലെ കണ്ടോണ്ടിരുന്നത്. എന്നിട്ട് പുള്ളിക്കാരി പള്ളി സ്കൂളായിരുന്നു. അപ്പൊ പള്ളിയിലൊക്കെ ഞങ്ങൾ ഉച്ചയ്ക്ക് ടീച്ചറിനെ കാണുന്ന ഭാഗത്തു നിന്നൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കും. 6th സ്റ്റാൻഡേർഡിലായി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതുപോലെ ക്ലാസ് ഇതുണ്ടല്ലോ, ക്ലാസ്സിൽ സെലക്ട് ചെയ്യല്ലോ ട്യൂട്ടർമാരായിട്ട്, ഇങ്ങനെ പേരെഴുതാനും അങ്ങനെ. അപ്പൊ ഒരു ദിവസം മിസ് 7th A ക്ലാസ് ടീച്ചറാണ് ഞങ്ങളുടെ ഈ ത്രേസ്യാമ്മ എന്ന് പറയുന്ന ടീച്ചർ. അപ്പൊ പുള്ളിക്കാരി നോക്കുമ്പം ക്ലാസ്സിൽ ഞങ്ങൾ ഏതെങ്കിലും പേരെഴുതാനൊക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും എന്നെ വന്നിട്ട് കുട്ടികളുടെ എല്ലാം മുന്നിൽ വെച്ചിട്ട് വഴക്ക് പറയും.
അപ്പം എല്ലാ 5th തുടങ്ങി 6th 7th വരെ എ ഡിവിഷനിലാണെങ്കിൽ എല്ലാ കുട്ടികളും എ ഡിവിഷനിൽ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് അന്നത്തെ ഒരു രീതി. അങ്ങനെയായിരുന്നു. ഞാനപ്പം 7th മിസ്സിന്റെ ക്ലാസ്സിലാവണം. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കി, എന്നെ സ്കൂൾ മാറ്റിക്കോ, ഞാൻ പോവില്ല സ്കൂളില്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശരിക്കും മിസ്സിന് ഒരു ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണോ എന്താണോ എനിക്ക്, സാധാരണ കുട്ടികളോട് സ്നേഹം വരികയാണ് ചെയ്യേണ്ടത്. ഇതെന്തോ പുള്ളിക്കാരിക്ക് അതിന്റെ ഒരു ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാ കുട്ടികളോടും അങ്ങനെ കാണിച്ചിരുന്നത്. ഞാൻ 7th വന്നു. 7th മിസ്സിന്റെ ക്ലാസ്സിൽ തന്നെ വന്നു. എനിക്ക് പേടിയാ, എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ ദിവസവും ചെല്ലാനായിട്ട് പേടിയാ. പക്ഷെ കുറേശ്ശെ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ചെയ്തത് തെറ്റാണെന്ന് എന്തോ എനിക്കറിയില്ല. ഞങ്ങൾ ഒരു ദിവസം പള്ളിയിൽ ഉച്ചയ്ക്ക് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയപ്പോൾ പുള്ളിക്കാരി അവിടെ ഇരുന്ന് കരയുന്നത് കണ്ടു. അത് ഞാൻ കണ്ടെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലായി. ബാക്കിയാരപ്പം അപ്പൊ ഞാൻ വേറൊരു ടീച്ചറിനോട് ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ കുട്ടികളെല്ലാരും കൂടി ഇങ്ങനെ ബാക്കിയുള്ള ടീച്ചേഴ്സിനോടൊക്കെ നല്ല കമ്പനിയാ. അപ്പോഴാണ് പറഞ്ഞത് മിസ്സിന് കുട്ടികളില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കും ആ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. എങ്കിൽ പോലും ടീച്ചറിനെ കാണുമ്പോൾ ചിരിക്കാൻ തുടങ്ങി ഞാൻ, എന്തെങ്കിലും വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കാണുമ്പം ഓടി പൊക്കോട്ടിരുന്ന ഞാൻ തിരിച്ചങ്ങനെ ഓരോന്നും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ 7th മിസ്സിന്റെ ക്ലാസ്സിൽ വന്നു. ക്ലാസ്സിൽ വന്നിട്ട് മിസ്സാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. ഇംഗ്ലീഷാണ്, നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. അത് പിന്നെ ഞാൻ എന്തെങ്കിലും അങ്ങനെ ആയി ഞങ്ങൾ അടുത്തടുത്തായി. എന്തിനും എന്നെയാണ് വിളിക്കുന്നത്. ബോർഡിൽ എഴുതി കൊടുക്കാനാണെങ്കിലും അങ്ങനെ വിളിക്കും. വിളിച്ചിട്ട് ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഗ്രാമറൊക്കെയാണ് വരുമ്പോഴേ ആദ്യം നോക്കും, പ്രത്യക്ഷ എന്ത് ചെയ്യുന്നു നോക്കും. നോക്കിയിട്ട് ഞാൻ ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സാണ് അപ്പൊ അതിനോട് പറഞ്ഞത്, നീ ക്ലാസ്സിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അന്ന് മിസ് പഠിപ്പിക്കില്ല. അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ആയി ഞങ്ങൾ തമ്മില്. അപ്പൊ പിന്നെ ഒരു 2 വർഷം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും മിസ് അവിടുന്ന് പോയി. എനിക്ക് ഓർക്കുമ്പോൾ ഇപ്പോഴും സങ്കടം വരും. ഞാൻ ആ മിസ്സിനെ ഒരിക്കലും മറക്കില്ല. സോറി മാം. വെരി ഇമോഷണൽ ആൻഡ് ടച്ചിങ്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇപ്പൊ ആ ടീച്ചർ എവിടെ ഉണ്ടെന്ന് പ്രത്യേകിച്ച് അറിയോ? പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അറിയില്ല, ഞാൻ കൊറേ തിരക്കി, പക്ഷെ എവിടാന്ന് എനിക്കറിയില്ല. ഓക്കെ ഫൈൻ. എനിവേ എവിടെയാണെങ്കിലും ആ ടീച്ചർ സുഖമായിട്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ടീച്ചറുടെ ലൈഫിൽ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാകാനും അത് ഒരു ചെറിയ ഏജ് ആയിട്ട് പോലും പ്രത്യക്ഷ അത് മാനേജ് ചെയ്തതാണ് ഞാൻ ആലോചിക്കുന്നത്. 7ാം ക്ലാസ്സിൽ ആ സ്കൂൾ വേണ്ടാന്ന് വിചാരിച്ചെങ്കിലും പക്ഷെ ആ ഒരു ഏജിൽ ഒരു മെച്യൂരിറ്റി നമുക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷെ ആ ടീച്ചറുമായിട്ട് ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു നല്ലൊരു അടുപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു മനസ്സുണ്ടായിരുന്നു. അത്രയും ഹറാസ് ചെയ്തൊരു ടീച്ചറാണ്. പക്ഷെ അത് ടീച്ചർക്ക് ഒത്തിരി ചേഞ്ചസ് ഉണ്ടാക്കി ലൈഫിൽ. മേ ബി എവിടെയായാലും ആ ടീച്ചർ ഹാപ്പി ആയിരിക്കും. ഓക്കെ ഫൈൻ. ഏതെങ്കിലും ഒരു ടീച്ചർമാരുണ്ടാവൂലേ നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചേഴ്സ് എന്ന് പറയാനായിട്ട്? ഡെഫിനറ്റ്ലി. ഓക്കെ, സോ ശരിക്കും ആ ഒരു ടീച്ചർ ഒരു വെളിച്ചം, എല്ലാ ടീച്ചർമാരും കുട്ടികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കാനായിട്ട് അവർക്ക് പറ്റട്ടെ. അവർക്കും ഉണ്ടാവും അവരുടെ ഒരു സ്വഭാവ സവിശേഷതകളും ഇൻട്രസ്റ്റും ആറ്റിറ്റ്യൂഡ്സ് അഭിരുചികളും എല്ലാം ഉണ്ടാവും. നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഒരു ടീച്ചർ എപ്പോഴും ഒരു സ്റ്റുഡന്റ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ലേണർ തന്നെയാണെന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് മൈ കോഴ്സ് എന്ന് പറഞ്ഞു ഇപ്പൊ ഒരു ടീച്ചറാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലെ. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊരു കുട്ടി പറഞ്ഞു, റെക്കോർഡ് ക്ലാസ് കാണുന്ന ഒരു സ്റ്റുഡന്റിന് വേണ്ടിയിട്ട് ഒരു കുട്ടി ക്ലാസ്സിൽ വന്ന ഒരു കുട്ടി സംസാരിച്ചാണ്. കുട്ടിക്ക് ചെറിയൊരു ബേബിയാണ്, അത് കാരണം ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റില്ല. കുഴപ്പമില്ല, പക്ഷെ എന്നാണെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഒരു ടീച്ചിങ് പ്രാക്ടീസിന് പോകണം എന്ന് പറഞ്ഞേക്കാറുണ്ട്. അപ്പൊ പറഞ്ഞത് 4 വർഷം മുമ്പ് ആള് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, 4 വർഷം മുമ്പ് ചെയ്ത ടീച്ചിങ് പ്രാക്ടീസ് മോണ്ടിസോറി മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടുള്ളതായിരുന്നു? അതല്ല, പലപ്പോഴും ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് ചിലപ്പോ ഇപ്പൊ ടീച്ചറല്ല ജോബ് ചെയ്യുന്നില്ലാത്തവര് പറയുന്നത്, ഞാൻ ഇത്ര വർഷം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ടീച്ചറായിട്ട്, ഇത്ര വർഷം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ വേറൊരു കോഴ്സ് റിലേറ്റഡ് ടീച്ചിങ് ഒരു ചെയ്തതാണ്, അപ്പൊ ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ട്. ഞാൻ വളരെ എന്താ പറയാ സിമ്പിൾ ആയിട്ട് അവരോട് ചോദിക്കും, അന്ന് മോണ്ടിസോറി മെത്തേഡ് അറിയാമായിരുന്നു, അത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? അതില്ല. നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ അതൊരു ടീച്ചിങ് ജോബ് ആവുമ്പോൾ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് പോവാന്ന് പറയുന്നത് നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടണം.
അല്ലെങ്കിൽ നമ്മൾ ഇത് പഠിച്ചത് നമ്മൾ അപ്ലൈ ചെയ്ത് അതിന്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ വെറുതെ തിയറി പഠിച്ചിട്ട് കാര്യമില്ല. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇപ്പൊ ടീച്ചറായി വർക്ക് ചെയ്യുന്നവരോട് ഞാൻ പറയും, അവര് ടീച്ചിങ് പ്രാക്ടീസ് പോട്ടെ ആവശ്യമില്ലല്ലോ, അവര് വർക്ക് ചെയ്യല്ലേ, അവർ ഈ മെത്തേഡ് അവര് പഠിപ്പിക്കുന്ന കുട്ടികളിൽ അപ്ലൈ ചെയ്യും. അവര് ഹാപ്പി ആവും, അവർക്ക് മനസ്സിലായി ഞാൻ അവര് അപ്ഗ്രേഡ് ആയി, യെസ് എനിക്ക് ചേഞ്ച് വരുത്താൻ പറ്റും, എനിക്ക് പറ്റിയിട്ടുണ്ട് ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ടീച്ചർമാര് പറയാറുണ്ട് കേട്ടോ. ഇവൻ ട്യൂഷൻ എടുക്കുന്നവരും പറയുന്നുണ്ട്, അവരുടെ ട്യൂഷനിൽ അവർ ആ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഈ ഒരു മെത്തേഡിന്റെ ചേഞ്ചസ് ട്യൂഷൻ പഠിപ്പിക്കുന്ന മെത്തേഡ്. ട്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികളെ അങ്ങോട്ട് ടൈറ്റ് ആക്കി വെക്കും, ഇത്ര പേയ്മെന്റ് ആയിരിക്കും ഫീസായിട്ട് വാങ്ങുന്നത്, പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യിക്കുക എന്നൊരു പ്രോഗ്രാം ആയിട്ടാണ് ട്യൂഷൻ എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിൽ മാറ്റം വരുത്തിയ കുറേ ട്യൂഷൻ ടീച്ചേഴ്സ് നമ്മുടെ പല ബാച്ചുകളിലുണ്ട്. അതിന്റെ നല്ല റിസൾട്ടും ആ കുട്ടികളിൽ വരുന്നുണ്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഇപ്പൊ അങ്ങനെയും നമുക്ക് ചെയ്യാം. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പേഴ്സണൽ ലൈഫിലും പറ്റും, പ്രൊഫഷണൽ ലൈഫ് ഉണ്ടെങ്കിൽ അതിന് പറ്റും, നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ പറ്റും. ആ ഒരു വ്യത്യാസം, നമ്മുടെ ബന്ധങ്ങളിൽ ആ ഒരു വ്യത്യാസം വരും. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ടോൺ ആയിരിക്കില്ല നമ്മളുടെ റിലേഷൻഷിപ്പുകളിൽ വരുന്നത്. ഒരു കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു രീതിയായിരിക്കും. ഓക്കെ, സോ ഇതാണ് മെയിൻ 5 കീ ഫാക്ടേഴ്സ് എങ്കിലും എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലെ ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ എൻ്റയർ സ്കോപ്പ് വേറെയും കുറേ അങ്ങനെ വൈഡ് ആയിട്ട് കിടക്കുന്നു, സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. അപ്പൊ നമ്മള് ഒരു 5 കീ ഫാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പറഞ്ഞു. അത് വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അതും പോയിന്റ് സെറ്റ് കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ സൈക്കോളജി വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് ഏതെല്ലാം ഏരിയകളിലേക്ക് പോകുന്നു എന്നുള്ളത് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്ന 5 കീ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. പക്ഷെ അത് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫ് എല്ലാം വ്യത്യാസം വരുന്നു, നമ്മുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരുത്തുന്നു, അല്ലെ, അപ്ഗ്രേഡഡ് ആക്കുന്നു, കുട്ടിയുടെ ഗ്രോത്ത് ഡെവലപ്മെന്റിലൊക്കെ നല്ല ചേഞ്ചസ് വരുന്നു. എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി ഡിസബിലിറ്റി ഉള്ള കുട്ടിയെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നു. അതിന് വേണ്ടുന്ന ഇന്റർവെൻഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. വേറെ നമ്മളെക്കാൾ പ്രൊഫഷണലി അതിനെപ്പറ്റി അറിയുന്ന ആളാണെങ്കിൽ അവർക്ക് റെഫർ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നത് പല പല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോ ഫസ്റ്റ് 2 പോയിന്റ്സ് ഒന്ന് റീഡ് ചെയ്യാമോ ആരെങ്കിലും? ഞാൻ റെഡി ചെയ്യാം മിസ്സേ. Through the entire scope of educational situation, psychology is included in the above mentioned 5 key factors. It may be further expanded by adding the following. Is it clear? Yes, Didi. 2 points read ചെയ്യാൻ ആരോ ഇട്ടിട്ട് 2 പോയിന്റ് കുറെ പോയിന്റ്സ് കൊടുത്തിട്ടില്ലേ? അതിലെ ഫസ്റ്റ് 2 പോയിന്റ്സ്. Okay. It studies human behavior in educational situation. Psychology is the study of behavior, and education deals with the alteration of behavior. Hence, educational psychology pervades the whole field of education. It studies the growth and development of the child, how a child passes through the various stages of growth, and what are the characteristics of each stage are included in the study of educational psychology. Okay, so educational psychology expand ചെയ്ത് പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കോ? എനിക്ക് പ്രിന്റ് ഔട്ട്സ് ആയതാണ് പേജ് നമ്പർ 62. ഓക്കെ, സോ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഓൾറെഡി നമ്മൾ 5 കീ ഫാക്ടേഴ്സ് പറഞ്ഞു. പക്ഷെ അത് പെർവെയ്ഡ്സ്, അതായത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു ഓൾ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷന്റെ എല്ലാ ഫീൽഡും, വെദർ ഇറ്റ് ഇസ് കിൻഡർഗാർട്ടൻ, പ്രീ കെജി, പ്ലേ സ്കൂൾ, LP, UP, അതായത് എലമെന്ററി സെഷൻ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ്, ഹയർ സ്റ്റഡീസ് എവിടെയാണെങ്കിലും എഡ്യൂക്കേഷന്റെ, പിന്നെ അതുപോലെ ഓൺലൈൻ കോഴ്സസ് എന്ത് തന്നെയായാലും സ്കിൽ റിലേറ്റഡ് കോഴ്സസ് ഏതായാലും എഡ്യൂക്കേഷന്റെ എല്ലാ ഏരിയയിലേക്കും ഈ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജി സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. പെർവെയ്ഡ്സ്. ഓക്കെ, ഹ്യൂമൻ ബിഹേവിയർ, എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസിലെ ഹ്യൂമൻ ബിഹേവിയർ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്.
സൈക്കോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ബിഹേവിയർ നമ്മൾ ഓൾറെഡി കണ്ടു. എഡ്യൂക്കേഷൻ ആ ഒരു ബിഹേവിയറിന്റെ ഓൾട്ടറേഷൻ, ബിഹേവിയർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ നല്ല പോലെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ. നമ്മളുടെ സെൽഫിനെ നല്ലപോലെ കൺസ്ട്രക്ട് ചെയ്യുക, അതാണ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. കുട്ടികളുടെ ഗ്രോത്തും ഡെവലപ്മെന്റും ഇതിന്റെ സ്റ്റഡീസിൽ വരുന്നു. കുട്ടികളുടെ ഗ്രോത്തും, ഒരു കുട്ടി എങ്ങനെയാണ് അതിന്റെ വേരിയസ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ൂടെ കടന്നു പോകുന്നത്, അതെല്ലാം എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഇൻക്ലൂഡഡ് ആണ്. ഓരോ ഏജിലും കുട്ടിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ. അങ്ങനെ മറിയ മോണ്ടിസോറി കുട്ടികളുടെ ഈ ഒരു ഗ്രോത്തിനെ 2 സ്റ്റേജ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 2 സ്റ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും ആണ് മറിയ മോണ്ടിസോറി ഡിവൈഡ് ചെയ്തിരിക്കുന്ന 2 സ്റ്റേജസ്. അത് നിങ്ങൾക്ക് ഇനി പാർട്ട് 3 വരുന്നുണ്ട്. അല്ല, ഞാനിപ്പോ കുട്ടികളുടെ സ്റ്റേജസ് പറഞ്ഞപ്പോ അതൊന്ന് ആഡ് ചെയ്യാന്നേ ഉള്ളൂ. അത് ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ്. ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ 0 to 18, നോട്ട് 18, 0 to 12 years ആണ് മറിയ മോണ്ടിസോറി ചൈൽഡ്ഹുഡ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്, കുട്ടിക്കാലം. പിന്നെ അഡൾട്ട്ഹുഡ് അതെന്ന് പറയുന്നത് 12 to 24 years. അതാണ് മറിയ മോണ്ടിസോറിയുടെ ഒരു കൺസെപ്റ്റ്. ആ 2 സ്റ്റേജസ് 0 to 12 yearsഉം 12 to 18 yearsഉം. ഈ 0 to 12 years ചൈൽഡ്ഹുഡ്, അതിനെ മറിയ മോണ്ടിസോറി വീണ്ടും 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് 0 to 6 years, 6 to 12 years. അഡൾട്ട്ഹുഡിനെയും അഗെയിൻ 2 പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് 12 to 18 years. ആ ഒരു ടീനേജ് തിളങ്ങി നിൽക്കുന്ന ഒരു ടൈമല്ലേ 12 to 18 yearsഉം 18 to 24 years. ഒരു 24 വയസ്സാകുമ്പോൾ ഒരു സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ബ്രെയിന് 2 sides ആണുള്ളത്, ഇമോഷണൽ സൈഡും ഇന്റലക്ച്വൽ സൈഡ്സും. ഈ 2 പാർട്ടും ഫുള്ളി ഡെവലപ്പ് ആകുന്നതാണ് പറയുന്നത് 24 വയസ്സാണ്. നമ്മൾ പറയില്ലേ, പാകം വന്നു, ഇരുത്തം വന്നു, ഒരു ഫ്രൂട്ട്, ഒരു കായ് പഴുത്ത് നല്ല പാകമായി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മനുഷ്യന്റെ ബ്രെയിൻ ഫുള്ളി ഡെവലപ്പ് ആകുന്ന ഒരു കാലഘട്ടമാണ് 24 years. അതാണ് നമ്മൾ പറയുന്നത് കുട്ടി ആ ഒരു വകതിരിവ് വന്നു, മെച്യൂരിറ്റി ആയി, പണ്ടത്തെ പോലെ അതൊക്കെ മാറി എന്നൊക്കെ പറയും. അപ്പോ ആ ഒരു ടൈമിൽ എടുക്കുന്ന ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റാകില്ല എന്നാണ് പറയുന്നത്. കറക്റ്റ് ഡിസിഷൻ, അവർക്ക് പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ് എല്ലാം ഒരു മെച്യൂർ ലെവലിലായിരിക്കും. ഈവൻ ഒരു ലവ് റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ അതൊരു കുടുംബ ഫാമിലി എന്നുള്ള ആ ഒരു സെറ്റിങ്സിലേക്ക് കൊണ്ടുപോകാനായിരിക്കും അവർ താല്പര്യപ്പെടുക. അതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടാകില്ല എന്നുള്ളതല്ല, പക്ഷെ ആ ഒരു സമയത്ത് അവർ എടുക്കുന്ന ഒരു ഡിസിഷൻ, ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നത് എല്ലാം മിക്കവാറും കറക്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ആ ഒരു ടൈമിൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്താലും ചില ആളുകൾക്ക് കൺഫ്യൂഷൻസ് ഒക്കെ വരും. ഡിസിഷൻ മേക്കിംഗ് കൺഫ്യൂഷൻ വരാൻ കാരണം അവരുടെ ഏർലിയർ സ്റ്റേജിലുണ്ടായ എന്തെങ്കിലും പ്രശ്നത്തായിരിക്കും. ഏർലിയർ സ്റ്റേജിൽ തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് തന്നെ ചെയ്യാൻ പറ്റാതായി വരിക, ഉൾവലിഞ്ഞ പ്രകൃതം, അവര് എപ്പോഴും ആരെയെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുക, അവർക്ക് സെൽഫ് കോൺഫിഡൻസ് കുറവ്, സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുക, അങ്ങനത്തെ കേസസ് ഒക്കെ വരുന്നവരാണ് ഈ അഡൾട്ട് ആയാലും ഫെയിലിയർ ആയി പോകുന്നത് ലൈഫിൽ പലപ്പോഴും. അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വരിക, ഒരു ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കൊരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കരിയർ ആണെങ്കിലും അക്കാദമിക്സിലാണെങ്കിലും ഒന്നും എത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകാൻ കാരണം അവരുടെ ഏർലിയർ സ്റ്റേജിലുണ്ടാവുക ഒരു പ്രശ്നം. ആ ഒരു ഏർലിയർ സ്റ്റേജസ് ഈവൻ ജീവന്റെ തുടിപ്പുണ്ടാവുമ്പോൾ തുടങ്ങാം. പിന്നെ 3 വയസ്സ് വരെയും അൺകോൺഷ്യസ് മൈൻഡ് ആണ്, ഓർമ്മകളൊന്നും ഉണ്ടാവില്ല എന്നല്ല. അതുകൊണ്ട് 3 to 6 years ആ ഒരു ഏജ് ആണ് അവരുടെ കോൺഷ്യസ് മൈൻഡ് ആയിട്ട് മാറുക, ഓർമ്മയുണ്ടാവും. ആ ഒരു ടൈമിൽ അവര് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയില്ലേ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു എൻവിയോൺമെന്റ്, അതായത് ഒരു നല്ല രീതിയിൽ വെള്ളവും സൂര്യപ്രകാശവും കിട്ടുന്ന ഒരു ചെടി വളരുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു എൻവിയോൺമെന്റിൽ വളരുന്ന പോലെ തന്നെയാണ് ആ ഒരു റൂട്ട് നല്ലപോലെ പിടിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കുട്ടിക്ക് വേണ്ടുന്നത് പ്രൊവൈഡ് ചെയ്താൽ അവനൊരു അഡൽട്ട് ആവുമ്പോഴും നമുക്ക് ടെൻഷനാണ് വരുന്നത്. അതാണ് മറിയ മോണ്ടിസോറി എൻവിയോൺമെന്റിലെ കുട്ടികളുടെ ആ ഒരു ഏജ് സ്പാൻ എന്ന് പറയുന്നത് 3 to 6 years ആണ്. ആ ഒരു 6 years കഴിയുമ്പോൾ അവർ പോകുന്നത് ഒരു സാധാരണ ഒരു എഡ്യൂക്കേഷണൽ സെറ്റിങ്സിലേക്കായിരിക്കും പോകുന്നത്. ബട്ട് നോ വറീസ്, തന്നെ അവന്റെ കാര്യങ്ങൾ ചെയ്തോളൂ. ഓക്കെ, സോ അത് കുട്ടിയുടെ ഗ്രോത്തും ഡെവലപ്മെന്റും ആണെന്ന് നമ്മൾ പറഞ്ഞു. ഞാനൊരു ബുക്ക് നിങ്ങളോട് വാങ്ങാൻ പറഞ്ഞില്ലായിരുന്നു, 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്.
അതില് ആണ് ഈ മോണ്ടസോറി ഡിവൈഡ് ചെയ്ത ഒരു ഗ്രോത്ത്, ആ ഒരു പീരീഡ് 4 പീരീഡ് ആക്കുന്ന പറഞ്ഞിട്ടുണ്ടോ. അതിനനുസരിച്ച് നമുക്ക് കുട്ടികളെ ഏതെങ്കിലും ഒബ്സർവ് ചെയ്യുമ്പോൾ ഓരോ ഏജിലും കുട്ടിയുടെ മാറ്റങ്ങൾ എന്തെങ്കിലും അത് നമുക്ക് നോട്ട് ചെയ്ത് പോവാം. അപ്പൊ നിങ്ങൾക്കതൊരു അസസ്മെന്റ് ടൂളാണ്. ഇതിൽ വരുന്ന കുട്ടിയെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അസസ്മെന്റ് ടൂളായിട്ട് യൂസ് ചെയ്യാം. പിന്നെ പല രീതിയിലുള്ള സൈക്കോമെട്രിക് ടെസ്റ്റുകൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുട്ടികളെ. നമ്മളൊന്ന് സ്റ്റഡി ചെയ്യണം എന്താണ് ഈ ചൈൽഡ് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഓരോ ഈ കുട്ടി പലതും റീസണിങ് ചെയ്ത കുട്ടിയുടെ പേഴ്സണാലിറ്റി ക്രൈറ്റീരിയ നമ്മൾ എക്സാമിൻ ചെയ്യും. അതുപോലെ തന്നെ കുട്ടി റീസണിങ് കേപ്പബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, അല്ലെ കുട്ടിയുടെ അഭിരുചി നമുക്ക് മനസ്സിലാക്കാൻ, സ്കിൽ എന്തെങ്കിലും എന്ന് മനസ്സിലാക്കാൻ. ചില കുട്ടികൾക്ക് ആർട്സിലായിരിക്കും, ചില കുട്ടികൾ മാത്സിലായിരിക്കും, ടെക്നിക്കൽ സൈഡ് ആയിരിക്കും. അങ്ങനെ എന്താണോ കുട്ടിയുടെ ഒരു സ്കില്ല്, കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി, അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. അതിന് വേണ്ടിയിട്ട് റീസണിങ് ഒക്കെ ഉണ്ടല്ലോ, ലൈക്ക് പിക്ചേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ട് സീക്വൻസ് ഓഫ് പിക്ചേഴ്സ് ആയിരിക്കും. ഇപ്പൊ 4-5 പിക്ചേഴ്സ് കൊടുത്ത് 6ാമത്തെ ബ്ലാങ്ക് ആയിട്ടിടും. 6th പൊസിഷനിൽ ഏതാണ് വരേണ്ടത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഓരോ ഏജിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുട്ടിയുടെ ഒരു കാലിബർ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും, എക്സാമിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് 2 പോയിന്റ്സ് ആരെങ്കിലും വായിക്കാമോ? വായിക്കാമോ? To what extent heredity and environment provide towards the growth of the individual, and how this knowledge can be made use for bringing about the optimum development of the child, form a salient features of the scope of educational psychology. Hello, okay. Scope of educational psychology. Next one, educational psychology deals with the nature and the development of the personality of an individual. In fact, education has been defined as the all-round development of the personality of an individual. Personality development also implies a well-adjusted personality. കുട്ടിയുടെ ഡെവലപ്മെന്റ്, ഗ്രോത്ത്, ഇത് അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഹെറിഡിറ്റി, അതുപോലെ തന്നെ എൻവയോൺമെന്റ്. ഹെറിഡിറ്റി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ജനറ്റിക് ആയിട്ട് കിട്ടുന്നതാണ്. അച്ഛൻ സൈഡിൽ നിന്നും അമ്മ സൈഡിൽ നിന്നും ആയിട്ട് കിട്ടുന്നത്. അത് ശരിക്കും അമ്മയുടെ അതേ പാറ്റേൺ, അതേ ട്രേറ്റ്സ്, അതേ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് തന്നെ കുട്ടിയിലേക്ക് വരുന്നതില്ല. അമ്മ ഫാമിലിയിൽ അതിന് മുമ്പുള്ള തലമുറയിലെ ആരുടെയെങ്കിലും കിട്ടാം. അതുപോലെ അച്ഛൻ ഫാമിലിയിലും അതുപോലെ തന്നെ ചിലപ്പോൾ അച്ഛൻ്റെതായിട്ടുള്ള ആ ഒരു ഫിസിക് അല്ലെങ്കിൽ അതുപോലെ ഒന്നും നടത്താം. അമ്മയുടെ മുടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ കുട്ടികളുടെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈവൻ ഹെൽത്ത് സ്റ്റാറ്റസ് വരെ. അച്ഛന് ഇത്രയൊരു ഏജില് ഡയബറ്റിക് ആയി, മകന് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഹെറിഡിറ്റി ആയിട്ട് വരുന്നതാണ്. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുഞ്ഞുങ്ങളിലേക്ക് ആ ഒരു ക്രോമസോംസ് വരുന്നത്, അമ്മയുടെ സൈഡിൽ നിന്ന് 23 ക്രോമസോമും അച്ഛന്റെ സൈഡിൽ നിന്ന് 23 ക്രോമസോമും വരെ, അങ്ങനെ 46 ക്രോമസോം എന്തായാലും അവർക്ക് കിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. പക്ഷേ ഇവര് വളരുന്ന സാഹചര്യം അത് നല്ല രീതിയിൽ വളരുന്ന സാഹചര്യം നന്നാക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് അവരുടെ ഗ്രോത്തിലും ഡെവലപ്മെന്റിലും കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. ഒരു ഇൻഡിവിജ്വൽ, ഒരു കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ നോളജ്, കിട്ടുന്ന സ്കില്ല്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ കുട്ടിയുടെ ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു നമ്മൾ പറഞ്ഞു, ഓരോ ക്ലാസ് കഴിയുമ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ അവർ എന്താണോ അവർ അച്ചീവ് ചെയ്ത ആ നോളജ്, അവർ അക്വയർ ചെയ്ത ആ ഒരു നോളജ്, അതാണ് അവർക്ക് നെക്സ്റ്റ് അതിലേക്ക് പോകുമ്പോഴുള്ള സ്റ്റെപ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ രീതിയിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ കരിക്കുലം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഡെവലപ്മെന്റ് കുറെ കൂടെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പോകും. കരിക്കുലം ഡിസൈൻ ഒക്കെ നല്ല രീതിയിലാണ്, പക്ഷെ ഇത് അപ്ലൈ ചെയ്യുന്നതിലെ ചില അപാകതകൾ കൊണ്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് തന്നെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി.
ആ ഒരു സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി ആയിട്ട്. നെക്സ്റ്റ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. നെക്സ്റ്റ് 3 പോയിന്റ്സും കൂടി ഉള്ളൂ. അത് 3 കൂടെ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? ഞാൻ വായിക്കാം. It studies individual differences. Every individual differs from every other individual. It is one of the basic facts of human nature which have been brought to light by educational psychology. This one fact has revolutionized the concept and process of education. Second point, it studies nature intelligence and its measurement. This is of utmost importance for a teacher. It provides guidance and counseling. Education is nothing but providing guidance to the growing child. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമ്മൾ ഓൾറെഡി ഇടയ്ക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ എല്ലാം ഒരുപോലെയല്ല, അവര് യുണീക്ക് ആണ്. ഡിഫറൻസസ് ഉണ്ട്. ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ്. ഒരാളിൽ നിന്ന് മറ്റൊരാൾ ഡിഫറൻസ് ആണ്. ഈവൻ ഒരു വീട്ടില് സിബ്ലിങ്സ് ആണെങ്കിലും ട്വിൻസ് ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ ഒരു പാരന്റ്സിന് 2 കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു കുട്ടിയെ വളർത്തിയ അതേ രീതിയിൽ തന്നെ മറ്റു കുട്ടികളെയും വളർത്താനായിട്ട് പറ്റില്ല. പാരന്റ്സിനെ സംബന്ധിച്ച് കുട്ടികളാണെങ്കിലും കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരു കുട്ടി ഉണ്ടായി, അച്ഛനും അമ്മയും പുതിയതാണ്. രണ്ടാമത്തെ കുട്ടി ഉണ്ടാക്കുമ്പോൾ അച്ഛന്റെ അമ്മയുടെ കൺസെപ്റ്റ് അവർ രണ്ടാമത്തെ കുട്ടി. സോ അവർ ഓൾറെഡി അച്ഛനമ്മ ആയവരാണല്ലോ. പക്ഷെ കുട്ടിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. എത്ര കുട്ടിയായാലും 10 കുട്ടികളാണെങ്കിലും 10ാമത്തെ കുട്ടിക്കും ആ ഒരു അച്ഛനും അമ്മയും അവന്റെ ആദ്യത്തെയാണ്. സോ ഓരോ കുട്ടിക്കും പുതിയ അച്ഛനും അമ്മയും ആയിട്ടും അവരെ വളർത്തണം എന്നാണ് ശരിക്കും ഒരു പാരന്റിങ്ങിന് പറയുന്നത്. ഒരു കുട്ടിയെ വളർത്തി ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതേ തന്നെ മറ്റേ കുട്ടിയുടെ അടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. ഈവൻ ട്വിൻസ് ആണെങ്കിൽ കൂടി അതാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സിമിലാരിറ്റീസ് ഉണ്ടാകാം, ഇല്ല എന്ന് പറയണില്ല, ബട്ട് അവര് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ ഒരു പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ, അപ്പൊ നമുക്ക് ഒരേ രീതിയിൽ എഡ്യൂക്കേഷൻ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അമ്മമാർക്കറിയാം, ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ തന്നെ മറ്റേ ആൾക്കും കൊടുത്താൽ ചിലപ്പോൾ വർക്കൗട്ട് ആവണമെന്നില്ല, മാറ്റി പിടിക്കേണ്ടി വരും അല്ലെ. അതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷന്റെ കാര്യം. ആ ഒരു പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻഡിവിജ്വലിനനുസരിച്ച് നമുക്ക് മാറ്റാനായിട്ട് പറ്റണം. നമ്മുടെ സാധാരണ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ വലിയൊരു പോരായ്മ, ഒരു ലിമിറ്റേഷൻ അതാണ്. ക്ലാസ്സിൽ 40-50 കുട്ടികളുണ്ടെങ്കിൽ ടീച്ചർ സ്ട്രഗിൾ ചെയ്തു പോകും. ഈ 50 പേരെ 40 മിനിറ്റ് കൊണ്ട് എങ്ങനെ ടീച്ചർക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും? അതിനനുസരിച്ച് ഫർദർ ആക്ടിവിറ്റീസിലൂടെ കൊണ്ടുപോകുമ്പോഴാണ് കുറെയൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇറ്റ് സ്റ്റഡീസ് നേച്ചർ ഇന്റലിജൻസ് ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്. നേച്ചർ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നാച്ചുറൽ വേൾഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് പ്ലാന്റ്സ് ആയാലും അനിമൽസ് ആണെങ്കിലും എൻവയോൺമെന്റ് ആണെങ്കിലും ഇവിടെ നമുക്ക് ഹ്യൂമൻ ബീയിങ്സ് ആണ്. അത് മനസ്സിലാക്കുന്നതാണ് NQ, നാച്ചുറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മൾ IQ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ NQ, ഹ്യൂമൻ ക്വാളിറ്റീസ്. അത് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഹ്യൂമൻ ക്വാളിറ്റീസ്. നമ്മുടെ വീട്ടില് തന്നെ വർഷങ്ങളായി ജീവിക്കുന്നു, നമുക്ക് നമ്മുടെ ചുറ്റുപാടും അറിയാം. നമ്മുടെ ആ ഒരു നമുക്ക് മിറ്റമുണ്ടെങ്കിൽ മിറ്റമുണ്ട്, ചെടികളുണ്ട്, നമുക്ക് കിണറുണ്ട്. ആ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ജീവിക്കുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് അവിടെ നിന്ന് മാറി താമസിക്കേണ്ടതായിട്ട് വരുന്നു. പുതിയ സിറ്റുവേഷനുമായി, അതൊരു ഫ്ലാറ്റ് ആണെന്ന് വിചാരിക്കാം, പുതിയ സിറ്റുവേഷനുമായിട്ട് നമുക്ക് അഡാപ്റ്റഡ് ആകാൻ കുറെ ടൈം ചിലപ്പോൾ എടുക്കും. ചിലർ പെട്ടെന്നാവും, ചിലർക്ക് ടൈം എടുക്കും. അപ്പൊ ഇതാണ് ഒരു NQ എന്ന് പറയുന്നത്, നേച്ചർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പുതിയ സ്കൂള് മാറ്റുമ്പോൾ അവരുടെ സ്റ്റഡീസിനെ ബാധിക്കാറുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. ആ ഒരു നേച്ചറിൽ നിന്നും ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനത്തെ ഒരു ഇതാണ് NQ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റിനെയും ഒക്കെ പലപ്പോഴും അത് ബാധിക്കാറുണ്ട്. ഒരിടത്ത് നട്ടുവെച്ച ചെടി നല്ല പോലെ അത്
പിടിച്ചു വരുമായിരുന്നു. പെട്ടെന്ന് അതിനെ പറിച്ച് വേറൊരു ഭാഗത്തേക്ക് നടുമ്പോ ദിവസങ്ങൾ എടുക്കും. അതിന്റെ റൂട്ട് അവിടെ സ്ട്രോങ് ആകാൻ. അതാണ് നേച്ചർ ഇന്റലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ ബിഹേവിയർ ചേഞ്ചസ് വരുന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ ആ ഒരു നേച്ചറുമായിൽ നിന്നും നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പോകുമ്പോൾ ആ നേച്ചർ നമ്മുടെ മാരേജ് കഴിഞ്ഞ് പോകുമ്പോഴും ഇതേ ഒരു അവസ്ഥ തന്നെയാണല്ലേ. നമ്മൾ കുറച്ച് ദിവസം എടുക്കും ആ ഒരു ഇതുമായിട്ട് ഒന്ന് അഡാപ്റ്റഡ് ആകാൻ. പിന്നെ ഗൈഡൻസും കൗൺസിലിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. എഡ്യൂക്കേഷൻ ഒരു ഗ്രോയിങ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗൈഡൻസ് തന്നെയാണ്. അവൻ എങ്ങനെ ആയിത്തീരണം, അവന്റെ സെൽഫ് എങ്ങനെ മെയ്ഡ് ആവും, അവന്റെ പേഴ്സണാലിറ്റി എങ്ങനെ ആയിത്തീരണം എന്നുള്ളതിനുള്ള ഒരു ഗൈഡൻസ് ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. ജനറൽ സൈക്കോളജി പലപ്പോഴും ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ ആണ് ഡീൽ ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ആ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ലേണർ ആയിരിക്കും. പഠിക്കുന്ന ഒരാള് ആ ലേണറിന്റെ ബിഹേവിയർ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി അതിനെ പറ്റി ഒരു 2-3-4-5 പോയിന്റ്സ് ഉണ്ട്. അത് 5 പോയിന്റ്സ് ആയിട്ട് താഴെ 1, 2, 3, 4, 5 എന്ന് കൊടുത്തിട്ടുണ്ട്. ആ 5 പോയിന്റ്സ് ഒന്ന് റീഡ് ചെയ്യാമോ? അതിനുള്ള സമയം നമുക്ക് കൊടുക്കാം. Ready, ma'am. While general psychology deals with the behavior of the individual in a general way, educational psychology is concerned with the behavior of the learner in an educational setting. First one, its nature is scientific as it adopts the method of systematic inquiry and scientific approach as used by science. Second one, educational psychology is functional in its character and is not therefore concerned with the content of the subject. Third one, it is an applied positive science as it studies facts of behavior and describes the law guiding them. Fourth one, it is not a normative science as it is not concerned with the values of education. Last one, educational psychology is a growing science. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് കറക്റ്റ് എൻക്വയറി ഒക്കെ ചെയ്ത ആ ഒരു രീതിയിലാണ്, ആ ഒരു അപ്രോച്ചാണ്. ഇതൊരു സയൻസ് ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ദാറ്റ് മീൻസ് കംപ്ലീറ്റ്ലി ഫോക്കസിങ് ഓൺ ഫാക്ട് ശരിയായ കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. എഡ്യൂക്കേഷൻ സൈക്കോളജി ഫങ്ഷണൽ ആണ് ഇൻ ഇറ്റ്സ് ക്യാരക്ടർ. ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രാക്ടിക്കൽ അതുപോലെ യൂസ്ഫുൾ, പ്രാക്ടിക്കൽ ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി പറയുന്നത്. ചുമ്മാ കുറെ തിയറി എഴുതി വെച്ചത് മാത്രമല്ല എഡ്യൂക്കേഷണൽ സൈക്കോളജി. അതുകൊണ്ട് മെയിൻ ആയിട്ടും അതിന്റെ ആ ഒരു കണ്ടന്റ് ഓഫ് സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യും. ഇവിടെ നമുക്ക് സബ്ജക്റ്റ് ലേണേഴ്സ് ആണ് ശരിക്കും. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു അപ്ലൈഡ് പോസിറ്റീവ് സയൻസ് ആണ്. നമ്മൾ പറഞ്ഞു സൈക്കോളജീനെ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് എൻ അപ്ലൈഡ് സയൻസ്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നല്ലൊരു റിസൾട്ട് കുട്ടികളുടെ ഡെവലപ്മെന്റ് വരെയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് സയൻസ്. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ സാധാരണ സൈക്കോളജി കേൾക്കുന്നതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യും. കാരണം കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്, നല്ലതിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പോസിറ്റീവ് സയൻസ്. ഇത് എല്ലാ ഫാക്ട്സ് ഓഫ് ബിഹേവിയറും എല്ലാം ഡീൽ ചെയ്യുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോയും ഗൈഡൻസും ഉണ്ടായിരിക്കും. ഇതൊരു നോർമേറ്റീവ് സയൻസ് അല്ല. നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി തിയറി ബേസ്ഡ് ആയിട്ടുള്ളതിനെയാണ് നോർമേറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. ആ തിയറിക്ക് അനുസരിച്ച് പോകും. പക്ഷെ എഡ്യൂക്കേഷൻ സൈക്കോളജി പ്രാക്ടിക്കലാണ്, നോർമേറ്റീവ് സയൻസ് അല്ല. കാരണം ഇതിൽ വരുന്ന കുട്ടികൾക്കനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ തിയറിയെ മാത്രം ഫോളോ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നില്ല, പ്രാക്ടിക്കലായിട്ടാണ് ചെയ്യുന്നത്. അത് വിത്ത് എഡ്യൂക്കേഷൻ്റെ വാല്യൂസുമായിട്ട് കണക്റ്റഡും ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇത് അപ്ഡേറ്റഡ് ആണ്, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഇറ്റ്സ് എ ഗ്രോയിങ് സയൻസ്. സോ ഇത് സയന്റിഫിക് ആണ്, ഇത് ഫങ്ഷണൽ ആണ്, അതുപോലെ തന്നെ ഇതൊരു അപ്ലൈഡ് സയൻസ് ആണ്, പോസിറ്റീവ് സയൻസ് ആണ്, പിന്നെ നോർമേറ്റീവ് സയൻസ് അല്ല. നിങ്ങൾക്ക് ശ്രദ്ധിക്കണം, ചില ആദ്യത്തെ ബാച്ചുകൾക്ക് എക്സാമിന് പോയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് എ ഡാഷ് സയൻസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പോയിരുന്നു. പക്ഷെ അത്
ഓപ്ഷൻസ് കൊടുത്തു, ലൈക്ക് അപ്ലൈഡ് സയൻസ്, പോസിറ്റീവ് സയൻസ്, നോട്ട് എ നോർമേറ്റീവ് സയൻസ് എന്ന് കൊടുക്കേണ്ടതിന് പകരം നോർമേറ്റീവ് സയൻസ് എന്നാണ് പോയിരിക്കുന്നത്. ഓൾ ഓഫ് ദീസ് എന്നുള്ള ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതില് ആ ക്വസ്റ്റ്യൻ അങ്ങനെ വരുമ്പോൾ അത് റോങ് ആണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാ ചോദിക്കുന്നത്, എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് നോട്ട് എ ഡാഷ് സയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ ചിലപ്പോൾ ഉണ്ടാവും അപ്ലൈഡ് സയൻസ്, പോസിറ്റീവ് സയൻസ്, നോർമേറ്റീവ് സയൻസ്, ഫങ്ഷണൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ നമുക്ക് നോട്ട് എ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് നോർമേറ്റീവ് സയൻസ്. നോർമേറ്റീവ് സയൻസ് അല്ല, ബാക്കി എല്ലാമാണ്. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് എ ഡാഷ് സയൻസ് എന്ന് ചോദിക്കുന്നു. അപ്ലൈഡ് സയൻസ്, പോസിറ്റീവ് സയൻസ്, നോർമേറ്റീവ് സയൻസ്, ഫങ്ഷണൽ എന്ന് ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഏതെങ്കിലും ഓൾ ദ ത്രീനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ, അതായത് നോർമേറ്റീവ് അല്ലാത്ത ബാക്കി എല്ലാ ഓപ്ഷൻസും എഡ്യൂക്കേഷൻ സൈക്കോളജി തന്നെയാണ്. ട്രൂ ഓർ ഫോൾസ് ചോദിക്കാം, എഡ്യൂക്കേഷൻ സൈക്കോളജി ഇസ് എ നോർമേറ്റീവ് സയൻസ്, ദാറ്റ് ഇസ് ഫോൾസ്. അങ്ങനെ പല ക്വസ്റ്റ്യൻസും ആ ഒരു 5 പോയിന്റ്സ് എന്ന് ചോദിക്കാം. അതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇറ്റ്സ് ഫങ്ഷണൽ, ഇറ്റ്സ് സയന്റിഫിക്, ഇറ്റ്സ് അപ്ലൈഡ്, ഇറ്റ്സ് പോസിറ്റീവ്, ഇറ്റ്സ് ഗ്രോയിങ് സയൻസ് ഓൾസോ, ഗ്രോയിങ് അല്ലെങ്കിൽ അപ്ഗ്രേഡിങ്, but it is not a normative science. Okay, clear ആയല്ലോ? ഓക്കെ, ബാക്കി നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ സ്കോപ്പ് ആണ്, ലിമിറ്റേഷൻസ് ആണ്, പിന്നെ എന്തെല്ലാം മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഈ അനാലിസിസ് നടത്താം, കുട്ടികളുടെ ബിഹേവിയർ എങ്ങനെ മനസ്സിലാക്കാം, അങ്ങനെയുള്ള മെത്തേഡുകളാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ ഫൈൻ, സൈൻ ഔട്ട് ഓൾറെഡി പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. മിസ്, ആ ടീച്ചേഴ്സിനെ കുറിച്ച് എഴുതണമെന്ന് പറഞ്ഞില്ലേ, അസൈൻമെന്റ് പോലെ, അത് നമ്മൾ എഴുതി ഇതിൽ സബ്മിറ്റ് ചെയ്യാനുള്ളല്ലേ ക്ലാസ് റൂമിൽ? ഇതില് ടീച്ചേഴ്സിനെ പറ്റി അസൈൻമെന്റ് എഴുതാൻ പറഞ്ഞില്ലല്ലോ, സെമിനാർ എടുക്കുന്ന കാര്യമല്ലേ പറഞ്ഞേ? ആ, സെമിനാറാണോ? കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ മാം എങ്ങനെ പറഞ്ഞു, 5 പേരെ കുറിച്ച് നിങ്ങൾ എഴുതണം, ഒരാളെ കുറിച്ച് പ്രസന്റ് ചെയ്യണോ? അതെ, ഈ എഴുതണം. അത് നിങ്ങൾക്കൊരു അസൈൻമെന്റ് തരും. എപ്പോഴാണെന്നറിയോ? പാർട്ട് 4 നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ അസൈൻമെന്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണിത്, 5 ടീച്ചേഴ്സിനെ പറ്റിയിട്ട് എഴുതുക എന്നുള്ളത്. ഓൾറെഡി അതൊരു ബുക്കിൽ എഴുതി വെച്ചോ. എന്നിട്ട് ആ പാർട്ട് 4 വരുമ്പോൾ 10 ക്വസ്റ്റ്യൻ തരുന്നതിൽ ഒരു ക്വസ്റ്റ്യൻ അതാണല്ലോ, ബാക്കി 9 ക്വസ്റ്റ്യൻ അതിന്റെ ബാക്കിയായിട്ട് എഴുതിയാൽ മതി. മനസ്സിലായോ? പിന്നെ 10 ക്വസ്റ്റ്യൻ വരുന്ന ആ ഒരു അസൈൻമെന്റ് പ്ലാറ്റ്ഫോമിൽ സബ്മിറ്റ് ചെയ്യണ്ട. സർവേ തന്നിട്ടുണ്ടോ? സർവേയും സബ്മിറ്റ് ചെയ്യണ്ട. റെക്കോർഡ്, സർവേ, എന്തോ 10 ക്വസ്റ്റ്യൻ വരുന്ന അസൈൻമെന്റ് ഇതൊന്നും സബ്മിറ്റ് ചെയ്യേണ്ട. ആകെ അല്ലാതെ അസൈൻമെന്റ് തന്നത് മാത്രമാണ് സബ്മിറ്റ് ചെയ്യാനുള്ളത്. ആക്ടിവിറ്റീസും സബ്മിറ്റ് ചെയ്യേണ്ടതല്ല കേട്ടോ. ഓക്കെ, എനി ഡൗട്ട്സ്? അപ്പൊ ആ ഒരു 5 ടീച്ചർമാരെ കുറിച്ച് എഴുതുക എന്നുള്ള പറഞ്ഞതില് സെമിനാർ പോലെ എടുക്കാൻ റെഡി ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. എഡ്യൂക്കേഷൻ സൈക്കോളജി അടുത്ത ക്ലാസ്സിൽ തീരും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ അതിന്റെ സെമിനാർ വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിനു ശേഷം. ചെയ്തിരുന്നോ ക്ലാസ്സിൽ? ഇല്ലല്ലോ, ഏതൊക്കെയോ ബാച്ചായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ജസ്റ്റ് മാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതേ ഉള്ളൂ, ഒരാളെ ഏതെങ്കിലും ഒരാളെ കുറിച്ച് നമ്മൾ പ്രസന്റ് ചെയ്താൽ മതി എന്ന്. നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് ചെയ്യാം, ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല മാം, ക്ലിയർ ആയി. മാം താങ്ക് യു, ക്ലാസ് നന്നായിരുന്നു മാം, താങ്ക് യു. ഓക്കെ, ബൈ. Thank you, ma'am. Bye. ഞങ്ങൾക്ക് മറ്റേ ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് ഇടുക മാം.